നമസ്കാരം. കെമിസ്ട്രി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും അതിൻ്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസും ആയിരുന്നു. ഇന്ന് ഈ ക്ലാസ്സിലും നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ പരിശോധിക്കാം, വിച്ച് ഈസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെൻറ്റ്. വിശദമായ അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചായിരുന്നു. ഒരു സൊല്യൂഷനിലെ സൊല്യൂട്ട്സിൻ്റെ നമ്പറിനെ അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടികളെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികളെന്ന് വിശേഷിപ്പിച്ചു. പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ് ഓൺ ദി number of solute particles and are independent of their nature. സൊല്യൂട്ട്സിൻ്റെ നേച്ചറിന് ഇൻഡിപെൻഡൻ്റായി സൊല്യൂട്ട്സിൻ്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടികൾ. പ്രധാനമായും 4 എക്സാമ്പിളുകളാണ് നമ്മൾ അനാലിസിസിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെൻറ്റ്. രണ്ടാമത്തത്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദി സോൾവെൻറ്റ്. മൂന്നാമത്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് ദി സോൾവെൻറ്റ്. ഫൈനലി, ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ഇതിൽ ആദ്യത്തെ 2 പ്രോപ്പർട്ടികൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ അനലൈസ് ചെയ്തു. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെൻറ്റ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദി സോൾവെൻറ്റ്. ഇത് രണ്ടും കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചു. ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എക്സാമ്പിളാണ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് ദി സോൾവെൻറ്റ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് ദി സോൾവെൻറ്റ്. ഡെൽറ്റ ടി എഫ് എന്ന സിമ്പൽ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോപ്പർട്ടിയെ രേഖപ്പെടുത്താം. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് ഈസ് ദി ഡിറക്റ്റ് കോൺസിക്വൻസ് ഓഫ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് ഈസ് ദി ഡിറക്റ്റ് കോൺസിക്വൻസ് ഓഫ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറിലുണ്ടാകുന്ന ഡിക്രീസാണ് ആ ലിക്വിഡിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിലുണ്ടാകുന്ന ഡിപ്രഷന് കാരണം. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റിന് റീസൺ ഇത് തന്നെയായിരുന്നു. വേപ്പർ പ്രഷറിലുണ്ടായ ഡിക്രീസ് അവിടെ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ വർധനവിനാണ് കാരണമായതെങ്കിൽ, ഇവിടെ ഈ കേസിൽ വേപ്പർ പ്രഷറിലുണ്ടാകുന്ന ഡിക്രീസ് ലിക്വിഡിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിൻ്റെ റിഡക്ഷന്, ഡിക്രീസിന് കാരണമാകുന്നു. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ് ഈസ് ദി ഡിറക്റ്റ് കോൺസിക്വൻസ് ഓഫ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും ആ ലിക്വിഡിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റും തമ്മിൽ റിലേറ്റഡ് ആണെന്ന സൂചനയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ലഭിക്കുന്നത്. ഫ്രീസിംഗ് പോയിൻറ്റിന് നൽകിയ ഡെഫിനിഷനിൽ ഇക്കാര്യം കൂടുതൽ വ്യക്തമാകുന്നു. ഫ്രീസിംഗ് പോയിൻറ്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ്സ് വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു ദി വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോളിഡ് സോൾവെൻറ്റ്. ഒന്നുകൂടി പറയാം. ഫ്രീസിംഗ് പോയിൻറ്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് its vapor pressure becomes equal to the vapor pressure of pure solid solvent. ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും അതിൻ്റെ തന്നെ സോളിഡിൻ്റെ വേപ്പർ പ്രഷറും ഏത് ടെമ്പറേച്ചറിലാണോ ഈക്വൽ ആകുന്നത്, ആ ടെമ്പറേച്ചറിനെ ലിക്വിഡിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് വിശേഷിപ്പിക്കാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ സോളിഡ് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിന് ഏത് ടെമ്പറേച്ചറിലാണോ ഈക്വൽ ആകുന്നത്,
ആ ടെമ്പറേച്ചറിനെ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് വിളിക്കണം. ഫോർ എക്സാമ്പിൾ, വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ലബോറട്ടറി കണ്ടീഷനിൽ. വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 0 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിൻ്റെയും ഐസിൻ്റെയും വേപ്പർ പ്രഷറുകൾ തുല്യമാകുന്നു എന്നാണ്. വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ ഐസിൻ്റെ വേപ്പർ പ്രഷറിന് ഈക്വലായി 0 ഡിഗ്രി സെൽഷ്യസിൽ. അങ്ങനെയെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിനെ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് വിശേഷിപ്പിക്കാം. ചുരുക്കത്തിൽ, ഫ്രീസിംഗ് പോയിൻ്റ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് സബ്സ്റ്റൻസ് ബിക്കം ഈക്വൽ ടു ദാറ്റ് ഓഫ് സോളിഡ് സബ്സ്റ്റൻസ്. ഡെഫിനിഷനിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, വേപ്പർ പ്രഷറും ഫ്രീസിംഗ് പോയിൻറ്റും തമ്മിൽ റിലേറ്റഡ് ആണ്. അങ്ങനെയെങ്കിൽ വേപ്പർ പ്രഷറിലുണ്ടാകുന്ന ഡിക്രീസ് ഫ്രീസിംഗ് പോയിൻറ്റിനെയും സ്വാധീനിക്കും. ഒരു ഗ്രാഫിൻ്റെ സഹായത്താൽ നമുക്കത് വിശദമായി പരിശോധിക്കാം. ഇവിടെ ഒരു പ്യുവർ ലിക്വിഡ് സോൾവെൻ്റ് പരിഗണിക്കുന്നു. ഡിഫറൻ്റ് ടെമ്പറേച്ചറുകളിലുള്ള ആ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറുകൾ മെഷർ ചെയ്തു. വേപ്പർ പ്രഷർ എഗനസ്റ്റ് ടെമ്പറേച്ചറിൽ നമ്മളൊരു ഗ്രാഫ് വരച്ചു. നമുക്ക് ലഭിക്കുന്നത് AB എന്ന കർവാണ്. ഫ്രം ദി ഗ്രാഫ്, കർവ് AB റെപ്രസെൻറ്റ് വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫ് ഫോർ ലിക്വിഡ് സോൾവെൻറ്റ്. ഇവിടെ സോൾവെൻറ്റിൻ്റെ വെരി ലോ ടെമ്പറേച്ചറിലുള്ള വേപ്പർ പ്രഷറും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ശേഷം ഡിക്രീസ് ചെയ്താൽ ഫേസ് ട്രാൻസിഷൻ അവിടെ നടക്കും. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ആ സബ്സ്റ്റൻസ് സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇവിടെയും അത്തരം ഒരു കൺവേർഷൻ നടന്നതായി സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ കർവ് BC റെപ്രസെൻ്റ് ചെയ്യുന്നത് സോളിഡ് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫാണ്. കർവ് BC റെപ്രസെൻറ്റ് വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫ് ഫോർ സോളിഡ് സോൾവെൻറ്റ്. ചുരുക്കി പറഞ്ഞാൽ, കർവ് ABC സൂചിപ്പിക്കുന്നത് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫാണ്. ഇതിൽ AB ലിക്വിഡ് സോൾവെൻറ്റിൻ്റെയും BC സോളിഡ് സോൾവെൻറ്റിൻ്റെയും വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ റിലേഷനെ സൂചിപ്പിക്കുന്നു. ഇനി ഗ്രാഫിലെ B എന്ന പോയിൻറ്റിൻ്റെ പ്രത്യേകതയിലേക്ക് വരാം. B എന്ന പോയിൻറ്റിൽ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെയും സോളിഡ് സോൾവെൻറ്റിൻ്റെയും വേപ്പർ പ്രഷറുകൾ ഈക്വലാകുന്നു. ലിക്വിഡ് സോൾവെൻറ്റിൻ്റെയും സോളിഡ് സോൾവെൻറ്റിൻ്റെയും വേപ്പർ പ്രഷറുകൾ B എന്ന പോയിൻറ്റിൽ തുല്യമാകുന്നു. അങ്ങനെയെങ്കിൽ ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ്ങായി വരുന്ന ടെമ്പറേച്ചർ T2 എന്നത് ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് ആയിരിക്കണം. ഫ്രം ദി ഗ്രാഫ്, T2 represents freezing point of liquid solvent. This is because at that temperature the vapor pressure of liquid solvent become equal to that of solid solvent. T2 എന്ന ടെമ്പറേച്ചറിൽ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെയും സോളിഡ് സോൾവെൻറ്റിൻ്റെയും വേപ്പർ പ്രഷറുകൾ ഈക്വലാകുന്നു. അതുകൊണ്ട് T2 എന്ന ടെമ്പറേച്ചറിനെ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് വിശേഷിപ്പിക്കാം. ഇനി ഈ സോൾവെൻറ്റിലേക്ക്, ലിക്വിഡ് സോൾവെൻറ്റിലേക്ക് ഒരു സൊല്യൂട്ടിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. റിസൾട്ടൻ്റ് സിസ്റ്റം ഒരു സൊല്യൂഷനായി മാറി. നമ്മൾ പഠിച്ചതാണ്, ഒരു ലിക്വിഡ് സോൾവെൻറ്റിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടൻ്റ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും.
ആ പ്രതിഭാസത്തിന് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പേരിട്ടു. ആ നിലയ്ക്ക് റിസൾട്ടൻ്റ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ആ ഗ്രാഫിൻ്റെ പൊസിഷൻ കർവ് എ ബിക്ക് താഴെ വരണം. ഇവിടെ കർവ് എക്സ് വൈ റെപ്രസെൻറ്റ് വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ ഗ്രാഫ് ഫോർ റിസൾട്ടൻ്റ് സൊല്യൂഷൻ. ഫ്രം ദി ഗ്രാഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റായ T2-വിൽ റിസൾട്ടൻ്റ് സൊല്യൂഷൻ ഫ്രീസ് ചെയ്യില്ല. എന്താ കാരണം? T2 എന്ന ടെമ്പറേച്ചറിൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോളിഡ് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിന് തുല്യമല്ല. പറഞ്ഞ പ്രകാരം ലിക്വിഡ് സൊല്യൂഷൻ ഫ്രീസ് ചെയ്യണമെങ്കിൽ ലിക്വിഡ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോളിഡ് സോൾവെൻറ്റിൻ്റെ അല്ലെങ്കിൽ സോളിഡ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിന് തുല്യമാകണം. ഇവിടെ എക്സ് എന്ന പോയിൻറ്റിന് ഒരു പ്രത്യേകത കാണുന്നു. എക്സ് എന്ന പോയിൻറ്റിൽ ലിക്വിഡ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോളിഡ് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ എക്സ് എന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയി വരുന്ന ടെമ്പറേച്ചർ T1 ലിക്വിഡ് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് ആയിരിക്കും. T1 റെപ്രസെൻറ്റ് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് റിസൾട്ടൻ്റ് സൊല്യൂഷൻ. This is because at that temperature the vapor pressure of liquid solution become equal to that of solid solvent. ചുരുക്കി പറഞ്ഞാൽ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് T2-വിൽ നിന്ന് T1 ആയി ഡിക്രീസ് ചെയ്തു. ലിക്വിഡ് സോൾവെൻറ്റിലേക്ക് ഒരു സൊല്യൂട്ടിനെ ആഡ് ചെയ്തപ്പോൾ ലിക്വിഡ് സോൾവെൻറ്റിലേക്കൊരു സൊല്യൂട്ട് എത്തപ്പെട്ടപ്പോൾ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിൽ ഡിക്രീസ് സംഭവിച്ചു, ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അതിൻ്റെ ഫലമായി ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് T2-വിൽ നിന്ന് T1 ആയി ഡിക്രീസ് ചെയ്തു. Depression of freezing point is the direct consequence of lowering of vapor pressure. ഒരു ലിക്വിഡിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് സൊല്യൂട്ടിൻ്റെ പ്രസൻസിൽ ഡിക്രീസ് ചെയ്യപ്പെടുന്നു എന്ന കോൺസെപ്റ്റ് ഡേ ടു ഡേ ലൈഫിൽ പല സിറ്റുവേഷൻസിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നു. വാഹനങ്ങളിൽ കൂളൻ്റായി ഉപയോഗിക്കുന്ന വാട്ടറിൽ ആൻറ്റി ഫ്രീസിംഗ് സബ്സ്റ്റൻസായി എത്തിലീൻ ഗ്ലൈക്കോളോ പ്രൊപ്പിലീൻ ഗ്ലൈക്കോളോ ആഡ് ചെയ്യാറുണ്ട്. എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ പ്രസൻസിൽ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് -37°C തൊട്ട് -64°C വരെ താഴുന്നു. 0°C ഫ്രീസ് ചെയ്യപ്പെടേണ്ടിയിരുന്ന വാട്ടർ ഏകദേശം -64°C വരെ ലിക്വിഡ് സ്റ്റേറ്റിൽ തുടരാൻ എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന ആൻറ്റി ഫ്രീസിംഗ് സബ്സ്റ്റൻസിൻ്റെ പ്രസൻസിൽ വാട്ടറിന് കഴിയുന്നു. ശൈത്യരാജ്യങ്ങളിൽ റോഡ് ഗതാഗതയോഗ്യമാക്കുന്നതിന് മഞ്ഞുപാളികളിൽ സോൾട്ട് ആഡ് ചെയ്യുന്നതിന് പിന്നിലെ പ്രിൻസിപ്പിളും ഈ കോൺസെപ്റ്റ് തന്നെ. സോൾട്ടിൻ്റെ പ്രസൻസിൽ വാട്ടറിന് വെരി ലോ ടെമ്പറേച്ചറിലും ലിക്വിഡ് സ്റ്റേറ്റിൽ തുടരാൻ കഴിയുന്നു. ഫ്രം ദി ഗ്രാഫ് ടെമ്പറേച്ചർ T2 റെപ്രസെൻറ്റ് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. T2 റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്യുവർ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റാണ്. അതുപോലെ T1 റെപ്രസെൻറ്റ് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് സൊല്യൂഷൻ. റിസൾട്ടൻ്റ് സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റാണ് T1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സോൾവെൻറ്റിൻ്റെയും സൊല്യൂഷൻ്റെയും
ഫ്രീസിംഗ് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് T2 minus T1 is equal to delta TF, called depression in freezing point. സോൾവെൻറ്റിൻ്റെയും സൊല്യൂഷൻ്റെയും ഫ്രീസിംഗ് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസിനെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് വിശേഷിപ്പിക്കാം. ഒരു സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് സൊല്യൂട്ടിൻ്റെ പ്രസൻസിൽ ഡെൽറ്റ ടി എഫ് ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്തു. ഡിപ്രഷന് കാരണം ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആയിരുന്നു. അതുകൊണ്ട് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡെൽറ്റ പിക്ക് പ്രിപ്പോർഷണൽ ആയിരിക്കും. Mathematically, delta TF directly proportional to delta P. We know that equimolar solutions of different solutes in the same solvent freezes at the same temperature. Different solutions, different solutes അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സെയിം സോൾവെൻറ്റിലാണ്. അവരുടെ മൊളാലിറ്റി ഈക്വൽ ആണെങ്കിൽ ഫ്രീസിംഗ് പോയിന്റും തുല്യമായിരിക്കും. 1 മോളാൽ HCl in water and 1 മോളാൽ NaOH in water freezes at same temperature. Different solutes, same solvent, same molality, അവരുടെ ഫ്രീസിംഗ് പോയിന്റും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് സൊല്യൂഷൻ്റെ മൊളാലിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. മാത്തമാറ്റിക്കലി ഡെൽറ്റ ടി എഫ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എം ഓർ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ എഫ് ഇൻറ്റു എം. ഹിയർ എം റെപ്രസെൻറ്റ് മൊളാലിറ്റി, സൊല്യൂഷൻ്റെ മൊളാലിറ്റിയെ എം സൂചിപ്പിക്കുന്നു. കെ എഫ് ഇൻഡിക്കേറ്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ എഫിനെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി സൊല്യൂഷൻ്റെ മൊളാലിറ്റി 1 ആണെന്ന് സങ്കല്പിക്കുന്നു. ദെൻ ദി ഇക്വേഷൻ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം ബിക്കം ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ്. From this it is clear that Kf is the depression in freezing point for a solution of unit molality. ഒരു സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റിൽ ഉണ്ടാകുന്ന ഡിപ്രഷനാണ് കെ എഫ്. ആ സൊല്യൂഷൻ്റെ മൊളാലിറ്റി യൂണിറ്റി ആയിരിക്കുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ എഫിനെ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് എന്ന് വിശേഷിപ്പിക്കാം. റിസൾട്ടൻ്റ് സൊല്യൂഷൻ്റെ മൊളാലിറ്റി യൂണിറ്റ് ആയിരിക്കുമ്പോൾ ഇറ്റ്സ് യൂണിറ്റ് ഈസ് കെൽവിൻ പെർ മൊളാലിറ്റി. ഇനി മൊളാലിറ്റി എമ്മിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നൽകിക്കൊണ്ട് ഇക്വേഷന് മറ്റൊരു യൂസ്ഫുൾ ഫോം ഡിറൈവ് ചെയ്യാം. If W2 gram of solute of molecular weight M2 dissolved in W1 gram of solvent, then molality M is equal to W2 into 1000 divided by W1 into M2. W2 gram solute, ആ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് M2 ആയി സങ്കല്പിച്ചു. ഈ W2 ഗ്രാം സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് W1 ഗ്രാം സോൾവെൻറ്റിലാണ്. M2 മോളിക്കുലാർ വെയ്റ്റ് ഉള്ള W2 ഗ്രാം സൊല്യൂട്ട് W1 ഗ്രാം സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത സൊല്യൂഷൻ. ആ സൊല്യൂഷൻ്റെ മൊളാലിറ്റി M is equal to W2 into 1000 divided by W1 into M2 ആയിരിക്കും. Then the equation delta TF is equal to KF into M become delta TF is equal to KF into W2 1000 divided by W1 into M2.
Using this relation, it is possible to calculate the molecular mass of solute. അനാലിസിസിന് വേണ്ടി തന്നിരിക്കുന്ന സൊല്യൂഷനിലെ അൺനോൺ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് ഈ ഇക്വേഷൻ്റെ സഹായത്താൽ കണ്ടെത്താം. ഇൻ ഷോർട്ട്, ഫ്രം ദി റിലേഷൻ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം, ഡെൽറ്റ ടി എഫ് depression of freezing point of the solvent depends on molality of solution M. Also, molality of a solution depends on number of moles of solute particles. Delta TF മൊളാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മൊളാലിറ്റി സൊല്യൂഷനിലെ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ depression of freezing point of the solvent delta TF is a colligative property.